മറ്റത്തൂരിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ കാവലാളായി കോൺഗ്രസ് നിലകൊള്ളുമ്പോൾ അധികാരത്തിനു വേണ്ടി നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന CPIM ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ BJP നടത്തുന്ന ഗൂഢനീക്കങ്ങൾ മറ്റത്തൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. വികസന വിഷയങ്ങളിൽ മറുപടി പറയാനില്ലാത്ത ഭരണസമിതി അധികാരം നിലനിർത്താൻ കുറുക്കു വഴികൾ തേടുന്ന CPMന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കോൺഗ്രസിന് െതിരെ തൊടുക്കുന്ന അമ്പുകൾ. കേവലം 3-4 പേരെ വെച്ച് വിലയിടാനാകുന്നതല്ല കോൺഗ്രസ് രാഷ്ട്രീയമെന്ന് CPM ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. മറ്റത്തൂരിൽ സ്ഥാനാർത്ഥികൾ BJPക്കൊപ്പം നിന്നതോടെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ താമരയാണ് വിരിയുന്നതെന്ന ക്യാമ്പയിൻ CPM ആരംഭിച്ചു. എന്നാൽ തങ്ങൾ ആരും താമരയ്ക്കൊപ്പമല്ല എന്ന് അടിവരയിടുന്ന നേതാക്കന്മാരെയാണ് പിന്നീട് കണ്ടത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റ വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംഗങ്ങളും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രനും എത്തിയതോടെയാണ് CPMന്റെ അടിത്തറയിലെ അവസാനത്തെ ആണി പിഴുതെറിയപ്പെട്ടത്. BJPയുമായി സഖ്യം ചേരാൻ പാടില്ലെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞത് അറിയില്ലെന്നും ആരും BJPയിൽ ചേരില്ലെന്നും അംഗങ്ങൾ തറപ്പിച്ചു പറയുകയായിരുന്നു. കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത KR ഔസേപ്പിനെ CPIM വിലക്കെടുക്കുകയായിരുന്നു. ഔസേപ്പ് കാലുമാറുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് കോൺഗ്രസ് ടെസി കല്ലറയ്ക്കലിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത്. CPIMനോടുള്ള വൈരാഗ്യത്തിലാണ് BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് എന്നാണ് വിശദീകരണം നടത്തിയത്. CPIMനോടുള്ള വൈരാഗ്യത്തിലാണ് BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് എന്നാണ് വിശദീകരണം നൽകിയത്. എന്തുകൊണ്ട് CPMനോട് കോൺഗ്രസ് വൈരാഗ്യമെന്ന് ചോദിച്ചാൽ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് അധ്വാനിക്കുന്ന കർഷകരുടെയും കുടിയേറ്റക്കാരുടെയും പോരാട്ട വീര്യത്തിന്റെ കഥയാണ്. എന്നാൽ ഇന്ന് ആ ചരിത്രത്തിന് മേൽ കരിനിഴൽ വീഴുന്ന രീതിയിലാണ് CPIM നടത്തുന്ന കുതികാൽ വിട്ട രാഷ്ട്രീയം. 1953 രൂപീകൃതമായ ഈ പഞ്ചായത്തിൽ പലപ്പോഴും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ജനവിധി തങ്ങൾക്കെതിരെയാകുമ്പോൾ പിൻവാതിലിലൂടെ അധികാരം പിടിക്കാൻ CPIM നടത്തുന്ന ശ്രമങ്ങൾ മറ്റത്തൂരിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേരാത്തതാണ്. പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളുടെ വികസനം ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല. അധികാരത്തിന് വേണ്ടി ആദർശങ്ങൾ പണയം വെക്കുന്ന CPIM ശൈലി പഞ്ചായത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു. UDF ജനപ്രതിനിധികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് വഴി വോട്ടർമാരുടെ ആത്മാഭിമാനത്തെയാണ് ഭരണസമിതി ചോദ്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ജയിക്കാൻ കഴിയാത്തിടത്ത് ജനപ്രതിനിധികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കൂറുമാറ്റുന്നത് CPIMന്റെ സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. മറ്റത്തൂരിലെ സാധാരണക്കാരായ വോട്ടർമാരെ വിഡ്ഢികളാക്കുന്ന ഈ നീക്കം രാഷ്ട്രീയ മര്യാദകളുടെ ലംഘനമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മാറ്റത്തിന്റെ കാറ്റ് വീശാനായി കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത്. അതിനെയാണ് വക്രീകരിച്ച് കോൺഗ്രസ് BJP ബന്ധമാക്കി മാറ്റി സീരിയൽ കഥ മെനയാൻ CPM പെടാപ്പാടുപെട്ടത്. കൂറുമാറ്റ വിവാദത്തിൽ CPIM പുലർത്തുന്ന ഇരട്ടത്താപ്പിനെതിരെ വരും ദിവസങ്ങളിൽ വാർഡ് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. തങ്ങളെ വഞ്ചിച്ച ജനപ്രതിനിധികൾക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പോരാടുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റത്തൂരിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ കാവലാളായി കോൺഗ്രസ് നിലകൊള്ളുമ്പോൾ അധികാരത്തിനു വേണ്ടി നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന CPIM ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്.